ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയ മുസ്ലിം ലീഗിന് ഇത്തവണ സർക്കാരിലും മികച്ച പങ്കാളിത്തം ഉണ്ടാകും. മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിൽ 5ലേറെ മന്ത്രിമാരെ ആവശ്യപ്പെടാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ഒപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നൊരു അഭിപ്രായവും പാർട്ടിയിലുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേർന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ UDFന് 102 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ലീഗ് വഹിച്ച പങ്ക് നിസ്തൂലമാണ്. അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയാം. 23 സീറ്റുകളിലെ അതിഗംഭീരമായ വിജയം ലീഗ് സ്വന്തമാക്കിയിരിക്കുന്നു. അതും ഈ പാർട്ടിയുടെ, അതായത് CPMന്റെ അധികാരം പറയുന്നവരെ പോലും വിറപ്പിച്ച് അവിടങ്ങളിൽ പോലും നേടിയെടുത്ത വമ്പൻ വിജയമാണ്. PK കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം മലപ്പുറത്ത് നിന്നും വിജയിച്ച് കയറിയിരിക്കുന്നു. തീർച്ചയായും മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടാനും ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കം ആവശ്യപ്പെടാനുമുള്ള യോഗ്യതയും അതിനുള്ള എല്ലാ അവകാശങ്ങളും മുസ്ലിം ലീഗിനുണ്ട്. നിലവിലെ ചർച്ചകൾ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതു. പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. 2001 20 MLA-മാരെ വിജയിപ്പിച്ച് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത്തവണ 27 പേർ മത്സരിച്ചതിൽ 22 പേരും വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി PK കുഞ്ഞാലിക്കുട്ടി മുന്നിൽ നിൽക്കുന്നു. അതോടൊപ്പം പേരാമ്പ്ര പോലെ LDFന്റെ CPMന്റെ വലിയ കോട്ടകളിൽ പോലും മുസ്ലിം ലീഗിന് വിജയിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും അവരുടെ ഒരു സ്ട്രൈക്കിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ അത്ര 80%-ലേറെ മത്സരിപ്പിച്ച 80%-ലേറെ ആളുകളെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പരാജയപ്പെട്ടിട്ടുള്ള 5 സീറ്റുകളിൽ അതിൽ 3 എണ്ണത്തിൽ 2000-ൽ താഴെ വോട്ടിന് മാത്രമാണ്, കൂത്തുപറമ്പിൽ 1000-ൽ താഴെ വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത്. ഗുരുവായൂരും പുനലൂരും ഈ പറയുന്നത് പോലെ 2000-ൽ താഴെ വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മികച്ച രീതിയിൽ ഒരു വിജയം ലീഗിന് നേടി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മന്ത്രിസ്ഥാനത്തേക്ക് ഇപ്പോൾ ഇന്നും നാളെയുമായി അത്തരം ചർച്ചകളിലേക്ക് കടക്കും. എത്ര മന്ത്രിസ്ഥാനമാണ് ഓരോ ഘടകകക്ഷിക്കും നൽകുക എന്നുള്ളതാണ്. ഉറപ്പായും മുസ്ലിം ലീഗിന് 5-ൽ കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെടാനുള്ള എല്ലാ അവകാശവും അർഹതയും ഉണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കരുതുന്നത്. പക്ഷെ അത്രത്തോളമൊക്കെ പോകും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്ന സമയത്ത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുന്നണിയോ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഞങ്ങൾ ഉന്നയിക്കില്ല എന്നുള്ളതാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ആവശ്യപ്പെടുമെന്നുള്ള ചോദ്യത്തിലുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്നലെ PMA സലാം പറഞ്ഞത് അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്യും, അതിനുശേഷം മാത്രം തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടാൽ പോലും അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് തന്നെയാണ് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിന് കോൺഗ്രസിനൊപ്പം തന്നെ നിന്ന്, തോളോട് തോൾ ചേർന്ന് നിന്ന്, ഇന്നലെ ഒരു നേതാവ് പറഞ്ഞതുപോലെ രണ്ടും ഒരു പാർട്ടിയെ പോലെ എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനവും പ്രചരണവും എല്ലാം തന്നെ നടന്നിരുന്നത്. ആ രീതിയിലാണ് കാസർഗോഡ് മുതൽ വടക്കൻ കേരളത്തിന്റെ പാലക്കാട് വരെയുള്ള എല്ലാ ഘട്ടത്തിലും മുസ്ലിം ലീഗും ഒപ്പമുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് 5-ലേറെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ എല്ലാ കാര്യത്തിലൊക്കെ പിന്നീടാണ് ആലോചന ഉണ്ടാവുക. എന്തായാലും മികച്ച പങ്കാളിത്തം മുസ്ലിം ലീഗിന് ഈ സർക്കാരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും പ്രസാദ്.